ഞങ്ങളുടെ അവകാശം വാങ്ങിയിട്ടേ പോകുള്ളൂ. ഇവിടെ കിടന്ന് മരിച്ചാലും ശരി തന്നെ, ഞങ്ങൾക്ക് കിട്ടാനുള്ള അർഹതയുള്ളത് കൂലി വാങ്ങിയിട്ടേ പോകും. ഈ ജയരാജൻ സാർ പറയുന്നു, ജയരാജൻ സാറിന് എന്തറിയാം ആശമാരെ പറ്റി? എന്തോന്നറിയാം? മറ്റേ ഒരാഴ്ചയിൽ 2 ദിവസം ഞങ്ങളുടെ കൂടെ ഫീൽഡിൽ വരാമോ? ഈ പറഞ്ഞ നേതാവിന് 2 ദിവസം ഞങ്ങൾ കൊള്ളുന്ന വെയിലും മഴയും മഞ്ഞും കൊള്ളാൻ ചങ്കൂറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇറട്ടെ. എന്നിട്ട് പറയട്ടെ ഞങ്ങൾ ഈ ഇരിക്കുന്നത് കള്ള ആശമാരാണ്, ഒറിജിനൽ ആശയല്ല. കണ്ടോ സാറേ, ഞങ്ങൾ കൊണ്ട് നടക്കുന്നത് ഇവരെന്തിനാ ഈ കള്ള ആശമാർക്ക് ഇവർ കള്ളരാണെന്നും പറഞ്ഞ് ഇവർ തന്നയക്കുന്നത്? ഇതെന്തിനാ മാലാക എന്നും പറഞ്ഞ് തന്നയക്കുന്നത്? ഇതെന്തിനാ ആൾക്കാരെ പറ്റിക്കാനാ? ഞങ്ങൾ പോകുന്നത് ആൾക്കാരെ പറ്റിക്കാനാണോ? ഇല്ല, പൊതുജനങ്ങളെയും ഈ പാവപ്പെട്ട ഞങ്ങളെയും പറ്റിക്കുന്നത് ആരാണ്? യഥാർത്ഥത്തില് ആരാ പറ്റിക്കുന്നത്? ഈ ജയരാജ സാറിന് ഒന്നും അറിയില്ല. ഈ ആരെ പണ്ട് ഈ സിനിമ പറഞ്ഞത് അതൊരു ഒരു ചുക്കും അറിയില്ല കേട്ടാ, കുഞ്ഞു വാവയാ. ഈ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പലതവണ ഇവിടെ വന്നായിരുന്നു. അപ്പൊ അദ്ദേഹം നടത്തുന്ന ഇടപെടലിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞങ്ങൾ എങ്ങനെയാന്നല്ല സാറേ, എല്ലാരും ഞങ്ങൾക്ക് വന്ന് പിന്താങ്ങ് തരുന്നു. അങ്ങനെ ഞങ്ങൾ സാറിനെയും കണ്ടിട്ടുള്ളൂ. ഈ പെരുമഴയത്ത് ഇത്ര അടുത്ത് ഞങ്ങളുടെ അടുത്തിരിക്കുകയാണ്. ഈ പെരുമഴയത്ത് ഞങ്ങൾ ഷെഡ് ഇവിടെ താപ്പ വലിച്ച് ഈ കമ്പിയിൽ കെട്ടിയിട്ട് അവരുടെ കമ്പി പോലും കെട്ടിയില്ല. ഞങ്ങൾ ഈ കമ്പി കെട്ടിട്ട് ഞങ്ങൾ ഈ പെരുമഴ 12:30 മണിയായപ്പോഴത്തേക്ക് തുടങ്ങി മഴ. 12:45 ആയപ്പോഴത്തേക്ക് 2:30 മണിയായപ്പോൾ പെരുമഴ, നല്ല മഴയായിരുന്നു. ഞങ്ങൾ ടാർപ്പ് അതുവരെ പോലീസുകാരെ അവിടെ നോക്കിയിരുന്നു. പാവം, അവരെ ഞങ്ങൾ കുറ്റം പറയില്ല. കാരണം അവർക്ക് മുകളിൽ നിന്ന് കൊടുത്ത ഓർഡർ അനുസരിച്ചാണ് അവർ പിറ്റേന്ന് വെളുപ്പിലും 2:45 വന്ന് തട്ടിയിട്ടിട്ട് ഇതിനകത്ത് ആളുണ്ടോന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ആ ടാർപ്പ് അഴിക്കാൻ പറഞ്ഞു, ഇവിടെ കെട്ടാൻ പറ്റൂല, അഴിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ അഴിച്ച് മാറ്റിക്കൊടുത്തിട്ട് ആ പെരുമഴയിൽ നേരം ഈ മഴ കണ്ടും കൊണ്ടാണ്, ഈ ഞാൻ നനഞ്ഞു നിൽക്കുന്ന കണ്ടും കൊണ്ടാണ് ആ സാറ് വന്ന് എല്ലാരും ഞങ്ങൾക്ക് പിന്താങ്ങ് തന്നു. സാറും തന്നു. സാറും നിറഞ്ഞ മനസ്സോടുകൂടി, നല്ല മനസ്സോടുകൂടിയാണ് തന്നത്. തിങ്കളാഴ്ചത്തെ എങ്ങനെയാണ് സമരം? ഞങ്ങൾ സമരത്തിന് തന്നെയാണ്. ഇതിനും വിജയിച്ചില്ല, ഉപരോധത്തിനും വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മരണം വരെ സമരം കിടക്കും. ഞങ്ങൾക്ക് കിട്ടേണ്ടത് വാങ്ങിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഇപ്പോഴും ആ നിലപാടുകൾ ഒരു മാറ്റവും. ഈ വെയിലത്ത് മഴയത്ത് ഞങ്ങൾ കഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഈ നിന്ന് ഞങ്ങൾ മോശമായിട്ട് ഒന്നും പറയുന്നില്ല സാറേ. ഒരു പാർട്ടിയും ഞങ്ങൾ മോശമായിട്ട് പറയുന്നില്ല. ഞങ്ങളിത് എല്ലാം ഒരൊറ്റ ആശാ വർക്കേഴ്സ് എന്ന് മാത്രമുള്ള ഒരു നേബിളിലാണ് ഇരിക്കുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ ഒരു കൊടി ഉണ്ടോ എന്ന് നോക്കണം സാറേ. ഒരു കൊടി എങ്കിൽ സാർ പറഞ്ഞു, പലരും പല രാഷ്ട്രീയക്കാരാണ്. ഞാൻ പറഞ്ഞാൽ സാർ വേറെ ഒന്നും, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്. ഞാൻ പക്കാ കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്. എന്റെ അവകാശത്തിലാണ് ഞാൻ വന്നത്. ഞാനല്ലാതെ പാർട്ടിക്ക് വിരുദ്ധമായിട്ടല്ല. എന്റെ അവകാശം വാങ്ങാൻ, ഞാൻ കഷ്ടപ്പെടുന്ന എന്റെ അവകാശം വാങ്ങാൻ മാത്രമാണ് ഞാൻ വരുന്നത്. എല്ലാവരും അതുപോലെയാണ്.